പതിവ് പോലെ രാവിലെ 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വഴിയിലുടനീളം വല്ലാത്തൊരു തിരക്കുണ്ടായിരുന്നു. എങ്കിലും തലേ ദിവസം തന്നെ പൊങ്കാല ഇടാനുള്ള സ്ഥലമെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിരുന്നതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു. കയ്യിൽ കരുതിയ മൺകലവും അരിയും ശർക്കരയുമായി ശരണ്യയുടെയും സഞ്ജുവിൻ്റെയും വീട്ടിലേക്കുള്ള യാത്ര മനസ്സ് നിറയെ വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു. ഓരോ വർഷവും ഈ യാത്ര നമുക്ക് പുതിയൊരു ഊർജമായിരുന്നു നൽകുന്നത്. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ആധുനിക കാലത്തും മൺകലത്തിൽ തന്നെ പൊങ്കാല ഇടുന്നത് എന്ന്. ഭക്തിക്കപ്പുറം അതിലൊരു വലിയ തത്വമുണ്ട്. നമ്മുടെ ഈ ശരീരം 5 ഭൂതങ്ങളാൽ നിർമ്മിതമാണെന്നാണ് വിശ്വാസം. മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം. മൺകലത്തിൽ പായസം വയ്ക്കുമ്പോൾ ഈ 5 ഘടകങ്ങളും അവിടെ ഒന്നിക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് നിന്ന് വിനയത്തോടെ ദേവിക്ക് നിവേദ്യം അർപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ മൺകലത്തിൽ അരിയിടുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. ഞങ്ങൾ താമസിച്ചിരുന്ന പഴയ വീടിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്താണ് എല്ലാ വർഷവും പൊങ്കാല ഇടാറുള്ളത്. അവരുടെ വീട് ആറ്റുകാലമ്പലത്തിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. സത്യത്തിലെ പൊങ്കാല ഒരു നിമിത്തമാണ്, എല്ലാവരെയും ഒന്ന് കാണാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും. സഞ്ജുവും ശരണ്യൊക്കെ വലിയ തിരക്കിലായിരുന്നു. അവരോടൊപ്പം വീഡിയോ എടുക്കണമെന്ന് കരുതിയാണ് പോയത്. ബട്ട് അവരുടെ ആത്മാർത്ഥമായ തിരക്ക് കണ്ടപ്പോൾ ശല്യം ചെയ്യേണ്ട എന്ന് കരുതി. എങ്കിലും കുറെ സംസാരിച്ചു. അടുത്ത തവണ അവർക്കൊപ്പം ഒരു സ്പെഷ്യൽ പൊങ്കാല വീഡിയോ ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. രാവിലെ 9:45 അടുപ്പിൽ തീ പകരുന്ന ആ ഒരു സമയം. ഇത്തവണ പതിവിലും കുറച്ചും കൂടെ ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു പൊങ്കാല അർപ്പിക്കാനായിട്ട്. ഞാൻ ഈ തവണ പൊങ്കാല പായസം മാത്രമേ വെക്കുന്നുള്ളൂ. അടുത്ത തവണ തെരളിയും മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എനിക്ക് തെരളി ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഇത്തവണ. അപ്പോൾ ഇത്തവണ അവിടെ അമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടപ്പം എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ അവരും ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്ത തവണ കേട്ടോ. ഉച്ചയ്ക്ക് 2:15 നിവേദ്യം തെളിക്കാൻ വരുന്നത്. അതുവരെയുള്ള കാത്തിരിപ്പാണ് ഏറ്റവും രസകരം കേട്ടോ. ചുറ്റുമുള്ളവരുമായി സംസാരിച്ചും ചിരിച്ചും സമയം പോയതൊന്നും അറിഞ്ഞില്ല. വെയിലിൻ്റെ ചൂടിനേക്കാൾ ഭക്തിയുടെ കുളിർമയായിരുന്നു മനസ്സിൽ. അടുപ്പിൽ അഗ്നി പടർന്നു, പൊങ്കാല തിളച്ചു മറിഞ്ഞു. ആ നിമിഷം എല്ലാവരുടെയും ഇടയിൽ പോസിറ്റീവ് എനർജി നിറയുന്നത് കാണാമായിരുന്നു. എല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ടാസ്ക് ആരംഭിച്ചത്. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. നടത്തം ഇത്തിരി കടുപ്പമായിരുന്നു. എങ്കിലും എല്ലാവരുടെയും മുഖത്ത് സംതൃപ്തി ഉണ്ടായിരുന്നു. അടുത്ത വർഷം എല്ലാവരെയും കാണാം എന്ന് പറഞ്ഞ് പിരിയുമ്പോൾ മനസ്സിൽ തോന്നുന്നത് വല്ലാത്തൊരു ഫീലാണ്. മനോഹരമായ ഓർമ്മകളുമായി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇതൊക്കെയായിരുന്നു അന്നേ ദിവസത്തെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഫീലിങ്സും കാര്യങ്ങളും.